ജീവിതത്തിന്റെ ചര്യയാണ്. ആ നിലക്ക് ആത്മീയമായ തലങ്ങളുള്ള ഒരു പ്രവർത്തനമാണത്. ആ പ്രവർത്തനത്തെ അതേ അർത്ഥത്തിലാണ് കാണേണ്ടത്. അങ്ങനെ കാണുമ്പോഴാണ് നമ്മുടെ കുടുംബ ജീവിതത്തിന് വിശുദ്ധി ഉണ്ടാകുന്നത്, ബറക്കത്തുണ്ടാകുന്നത്. അതിനു പകരം അവിടെയും മത്സരങ്ങളാണ്, ആഭാസങ്ങളാണ്, അതും ആഘോഷമായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത്. ഒരു വിവാഹാലോചനയുടെ സമയം മുതൽ എന്തൊക്കെയാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അവിടെ ഒരുപാട് ഫോർമാലിറ്റീസ് ആണ്. പലതും നമ്മൾ ഉണ്ടാക്കി തീർത്തതാണ്. അതേ, പരിശുദ്ധരായ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹാബി അവിടുത്തെ സവിധത്തിൽ നിന്ന് പറയാണ്, യാ റസൂലല്ലാഹ്, ഞാനൊരു വിവാഹാലോചന നടത്തിയിട്ടുണ്ട് എന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയാണ്, നീ ആ സ്ത്രീയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. എന്നാൽ ഫൻദുർ ഇലൈഹാ, ആ സ്ത്രീയെ ഒന്ന്, സഹോദരിയെ ഒന്ന് പോയി കാണണം. അങ്ങനെ കാണാനാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. സ്ത്രീയെ കാണേണ്ടതില്ല എന്ന നിലപാടല്ല. കാണൽ അത് മുത്തുനബിയുടെ ഒരു സുന്നത്താണ്, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ഫൻദുറൂ ഇലൈഹാ, നിങ്ങൾ അവളിലേക്ക് നോക്കണം. പ്രവാചകർ പറഞ്ഞു, എവിടെയാണ് നോക്കേണ്ടത്? ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. മുഖവും മുൻകൈയുമാണ് നോക്കാൻ അനുവദിക്കപ്പെട്ടത്. അത്രയേ പറ്റൂ, അതിനപ്പുറത്ത് പറ്റൂല. അതാർക്കാ കാണാൻ പറ്റുക? വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഭർത്താവിനെ കാണാൻ പറ്റൂ. ആരിലേക്കാണോ വിവാഹാലോചന നടത്തിയത്, ആ വിവാഹാലോചന നടത്തപ്പെട്ട ചെറുപ്പക്കാരനല്ലാതെ മറ്റൊരാൾക്ക് കാണാനുള്ള അവസരം ഇല്ല. കാരണം നിക്കാഹ് കഴിയാതെ അതേ പലർക്കും കാണാൻ പറ്റില്ല. എന്നാൽ പെണ്ണുകാണൽ ചടങ്ങിന്റെ അവസ്ഥ എന്താണ്? സുബ്ഹാനല്ലാഹ്, ഒരു ചെറുപ്പക്കാരൻ വിവാഹം ആലോചിക്കുകയാണ്. അവന്റെ ഫ്രണ്ട്സ് ഉണ്ട്, 5 or 6 ആളുകളുണ്ട്. അവർക്കെല്ലാം അവകാശപ്പെട്ടതുപോലെയാണ് പെണ്ണുകാണൽ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ വാഹനത്തിൽ സഞ്ചരിച്ച് അവിടം വരെ എത്തുന്നതിനൊരു പക്ഷേ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല നടക്കുന്നത്. ഭർത്താവായി അതേ ആലോചന നടത്തിയവന്റെ കൂടെ 4-5 സുഹൃത്തുക്കളും കൂടെയുണ്ട്. അവരെല്ലാവരും ഒന്നായിരിക്കുകയാണ്. ആ ഒന്നായിരിക്കുന്നവരുടെ മുന്നിലേക്കാണ് ഈ ആലോചന നടത്തുന്ന പെൺകുട്ടി വരേണ്ടത്. ഇവർക്കെല്ലാം ജ്യൂസുമായിട്ട് വരണം ഈ പെണ്ണ്. ഞാൻ ചോദിക്കട്ടെ, ആരാ ഈ പെണ്ണിനെ കല്യാണം കഴിക്കുന്നത്? അതൊരു വ്യക്തിയെ കഴിക്കുന്നുള്ളൂ. ആ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് അവളെ കാണാൻ പറ്റുന്നത്. ബാക്കി കൂടെയുള്ള 4 പേരുടെ കാഴ്ചയും പച്ച ഹറാമാണ്. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ രക്ഷിതാക്കളോട് പറയട്ടെ, നമ്മൾ ഇസ്ലാമിൽ അഭിമാനബോധമുള്ളവരാകണം. പ്രവാചകര് പഠിപ്പിച്ചതിൽ നമുക്ക് അതിനോട് നമുക്ക് അഭിനിവേശം വേണം. നമ്മുടെ സർവാധി സന്ദർഭങ്ങളിലും വിശുദ്ധ ഇസ്ലാമിനെ അടയാളപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകണം. പെണ്ണുകാണലിന്റെ സന്ദർഭങ്ങളിൽ ഇസ്ലാം വേണ്ടാന്ന വിചാരം പറ്റൂല. നിശ്ചയത്തിന്റെ വേളയിൽ അതില്ലാതെ വിചാരിക്കരുത്. വിവാഹത്തിന്റെ തലേനാളും അതിന്റെ ദിവസങ്ങളിലും മതം വേണ്ടാന്ന് വിചാരിക്കരുത്. എല്ലായിടങ്ങളിലും തീർച്ചയായും ഉണ്ടാകേണ്ടത് എന്താണ്? ഇസ്ലാമിന്റെ അടയാളങ്ങളാണ്. അതെന്റെ ആത്മാവാണ്, എന്റെ അഭിനിവേശമാണ്. ഓ ചെറുപ്പക്കാരാ, മതത്തിനെതിരെ ചില ആളുകൾ പറയുമ്പോ നിങ്ങൾക്ക് വികാരമുണ്ടാകുന്നുണ്ടല്ലേ? ഫാസിസ്റ്റുകൾ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുമ്പോ, ഇസ്ലാമിന്റെ അനുഷ്ഠാന ആചാരങ്ങൾക്കെതിരെ പറയുമ്പോ നമുക്ക് വൈകാരികത വരുന്നുണ്ടല്ലേ? തീർച്ചയാണ്.
പറഞ്ഞത് ശരിയാണ്. ആ വൈകാരികത മാത്രം മതിയോ നമുക്ക്? അതിനെതിരെ ശക്തമായ മുദ്രാവാക്യം ഈ തെരുവിൽ വിളിക്കാൻ നമ്മളൊക്കെയാണ്. സ്നേഹത്തോടെ ചോദിച്ചോട്ടെ, ആ മുദ്രാവാക്യത്തിൽ ഒതുങ്ങുന്നതാണോ ഇസ്ലാമിനോടുള്ള സ്നേഹം? അതിൽ അവസാനിക്കേണ്ടതാണോ മതത്തോടുള്ള പ്രതിബദ്ധത? അതിനേക്കാളും അപ്പുറത്ത്, ഓ ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതല്ലയോ? ഒന്നാമതുണ്ടാകേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ്, നമ്മുടെ വ്യക്തി ജീവിതത്തിലാണ്. കേവലം പ്രഭാഷണത്തിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല, കേവലം വൈകാരികമായ സന്ദർഭങ്ങളിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല. ഇസ്ലാമിനോടുള്ള താല്പര്യം, മതത്തോടുള്ള താല്പര്യം, പുണ്യപ്രവാചകരുടെ രീതികളോടുള്ള താല്പര്യം, പിന്നെയോ എന്റെ വ്യക്തി ജീവിതത്തിലാണ് ഒന്നാമത് വേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിലാണ് ഒന്നാമത് വേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത്. എന്റെ സഹോദര, ജീവിതത്തിൽ ശ്രേഷ്ഠമായ ഒരു ആത്മീയമായ പ്രവർത്തനം അതാണല്ലോ നിക്കാഹ് എന്ന് പറയുന്നത്. അത് ഇബാദത്താണല്ലോ, മുത്തുനബിക്ക് ഇഷ്ടമുള്ളതാണല്ലോ, അവിടത്തോടുള്ള അനുധാവനമാണല്ലോ, ഈ ഉമ്മത്തിന്റെ വികാസമാണല്ലോ ലക്ഷ്യമായിട്ടുള്ളത്. നിന്റെ ചാരിത്ര്യപരമായ ശുദ്ധിയാണല്ലോ അതിന്റെ ലക്ഷ്യമായിട്ടുള്ളത്. പാരസ്പര്യത്തിന്റെ ചേർത്തുവെക്കലാണല്ലോ അതിന്റെ ലക്ഷ്യമായിട്ടുള്ളത്. കേവലം സെക്സ്വലായ പ്ലഷർ മാത്രമല്ല, ആസ്വാദനം മാത്രമല്ല, മറിച്ച് അതിനൊരുപാട് ആത്മീയ തലങ്ങളുണ്ട്. ആ ആത്മീയ തലങ്ങളിലേക്കുള്ള കാൽവെപ്പാണ് നിക്കാഹിലൂടെ സാധിക്കേണ്ടത്. അതിന്റെ മുഖദ്ദിമയാണ് നീ കല്യാണം കഴിക്കാനിരിക്കുന്ന പെണ്ണിനെ കാണുക എന്നുള്ളത്. ആ കാണാനുള്ള അനുമതി കല്യാണം കഴിക്കുന്ന നിനക്ക് പരിശുദ്ധരായ പ്രവാചകര് തന്നു, നിന്റെ കൂട്ടുകാർക്ക് പറ്റൂല. അതെന്തുകൊണ്ട് പറ്റൂല ഉസ്താദേ? ഓരെന്റെ ഫ്രണ്ട്സ് അല്ലേ? മോനെ, എത്ര സംഭവങ്ങളാണ് കേൾക്കേണ്ടി വരുന്നത്, എത്ര കുടുംബമാണ് ഡൈവോഴ്സിലേക്ക് പോകുന്നത്. എനിക്കറിയുന്ന സംഭവങ്ങളുണ്ട്. അതേ, തന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ഭാര്യയുമായുള്ള കണക്ഷന്റെ പേരിൽ വൈവാഹിക ജീവിതം ഡൈവോഴ്സ് ആയത്. എന്തേ നിന്റെ ഭാര്യയിൽ നിന്റെ കൂട്ടുകാരനൊരു താല്പര്യം തോന്നിയത്? അവൻ എപ്പോഴും മുതൽ കണ്ണു വെച്ചിട്ടുണ്ട്, നിന്റെ കൂടെ പെണ്ണ് കാണാൻ വന്നത് മുതൽ കണ്ണു വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, പെണ്ണ് കാണാൻ പോയി. ആ പെണ്ണ് അതാ അവരുമായുള്ള ബന്ധത്തെ കൂടെ പോയ ഫ്രണ്ട്സ് മുടക്കി. കാരണം അവളെ ഇവനെ വിവാഹം കഴിക്കണം, കാണാൻ കുറച്ച് സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം കണ്ടതുകൊണ്ട് ഇദ്ദേഹം പെണ്ണാലോചിക്കുന്നുണ്ട്. തൽക്കാലം അവന് കിട്ടണ്ട, അവൾക്ക് എന്നെയാണ്, അതെ എനിക്ക് അവളെ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് വിവാഹാലോചന തന്നെ മുടങ്ങിപ്പോയതുണ്ട്. ഇപ്പുറത്ത് സ്വന്തം സുഹൃത്ത് ആ പെണ്ണിനെ കല്യാണം കഴിച്ചതിന്റെ അനുഭവങ്ങളുണ്ട്. ഇത് കഥ പറയല്ല, ഇത് കഥ പറയല്ല, ഇത് നടന്ന സംഭവങ്ങളിലെ ചില ഉദാഹരണങ്ങളാണ്. എന്റെ മുത്തുനബി നിനക്ക് മാത്രം കാണാൻ അവസരം തന്നു, മറ്റുള്ളവർ കാണണ്ടെന്ന് പറഞ്ഞു. അത് അതിൻ്റെതായ കൃത്യമായ റൂട്ടിൽ വളരെ നല്ല രീതിയിൽ നടക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുറെ ചെറുപ്പക്കാരെയും കൂട്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ നിങ്ങളെ മകളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണ് കാണാൻ വന്നാൽ അവരോട് പറയണം, നിങ്ങളത് സിറ്റ് ഔട്ടിലിരുന്നോ, ഓ മാത്രം അകത്ത് വന്നാൽ മതി എന്ന് പറയാനുള്ള ധൈര്യം. അവിടെയാണ് ഇസ്ലാം തിളക്കേണ്ടത്, അവിടെയാണ് ഇസ്ലാമിനുള്ള താല്പര്യവും മുത്തുനബിയുള്ള താല്പര്യം ഉണ്ടാകേണ്ടത്. നിങ്ങൾക്ക് മാത്രമാണെങ്കിൽ കണ്ടിട്ട് പോവാം. പുതിയ കാലത്ത് ഒരു ബേജാറും വേണ്ടില്ല ഒരു രക്ഷിതാവിനും. നല്ല പെൺകുട്ടികൾ ഒരു രക്ഷിതാവും ബേജാറാകേണ്ടില്ല. കാരണം എന്താണ്? ഇന്ന് പെണ്ണ് കിട്ടാത്ത പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇസ്ലാമികപരമായ കാര്യത്തെ നിങ്ങൾ കാർക്കശ്യത്തോടെ പറഞ്ഞോളൂ. ആരും വിധേയപ്പെടും. അല്ലാഹുവല്ലേ കാര്യം തീരുമാനിക്കുന്നത്, റബ്ബിലല്ലേ നമ്മളെല്ലാം ഏൽപ്പിക്കുന്നത്. അങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരെ ഭയപ്പെടാനാണ്? അല്ലാഹുവിനെ ഭയപ്പെടണം.
ഇസ്ലാമിക നിലപാട് പറയണം. മോനെ സ്നേഹത്തോടെ പറയണം, ഇതാ അവളെ കാണാൻ നീ മാത്രം ഇങ്ങോട്ട് വന്നോ, അവൾ ഇവിടെയുണ്ട് എന്ന് പറയാനുള്ള ത്രാണിത്തം രക്ഷിതാക്കൾക്ക് വേണം. എന്റെ കൂടെ വരുന്ന ഫ്രണ്ട്സ് വാണേ ജ്യൂസ് നിങ്ങൾ കുടിച്ചോ, പെണ്ണ് കാണാൻ ഞാൻ മാത്രം മതി എന്ന് പറയാനുള്ള ധൈര്യം അത് ചെറുപ്പക്കാർക്കും ഉണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾക്കാണ് അതിന്റെ നഷ്ടം വരിക. സുബ്ഹാനല്ലാഹ്, ഒരു പ്രാഥമികമായ പെണ്ണ് കാണൽ കണ്ടു, ഇന്ന് അതൊന്നും വിട്ടു. ഒരു ഔദ്യോഗികമായ കാഴ്ച വേറെ. ആ കാഴ്ചയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരു കൂട്ടം ആളുകൾ ഒരു വാഹനത്തിൽ നിറയെ വരികയാണ്. ആരൊക്കെയാണ് വരുന്നത്? ആരൊക്കെയാണ് അതിലുള്ളത്? സുബ്ഹാനല്ലാഹ്, സാമ്പത്തിക ശേഷിയും അത്രയൊന്നും ഇല്ലാത്തൊരു കുടുംബത്തിലെ രക്ഷിതാവ് കുഴങ്ങിപ്പോകുന്ന കാലമാണെന്ന്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സ്ത്രീധനത്തിൽ നിന്ന് രക്ഷ ഉണ്ടായിട്ടുണ്ട്. കാരണം പെൺകുട്ടികൾക്ക് ഡിമാൻഡ് ഉണ്ടായതുകൊണ്ട് സ്ത്രീധനം വല്ലാണ്ട് ചോദിക്കാനൊന്നും ഇന്ന് ആളുകള് നിൽക്കണില്ല. അതൊരു സൗകര്യമാണ്. പക്ഷേ ചില ഉണ്ടാക്കി തീർക്കുന്ന മാമൂലുകൾ, വേണ്ടാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് ഒരു ബസ് നിറയെ ആളുകൾ. എന്തിനാണ് ഇത്രയും ആളുകൾ? പോകട്ടെ, അതിന്റെ അപ്പുറത്ത് ചെറുപ്പക്കാരൻ കുടുങ്ങിപ്പോവാണ്. കാരണം എന്താണ്? ഭാര്യ വീട്ടുകാരുടെ മുന്നിൽ എന്റെ സ്റ്റാറ്റസ് തെളിയിക്കണം. ആ സ്റ്റാറ്റസ് തെളിയിക്കാൻ എന്താ വേണ്ടത്? അതിന് സാധാരണ നിക്കാഹ് നടക്കുന്ന സമയത്ത് മഹർ കൊടുക്കണം. അതേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് അതുപോലെ പിന്നെയോ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് മാല വേണം, വള വേണം, മോതിരം വേണം. 1,00,000-ലേറെയാണ് സ്വർണത്തിന്റെ വില. ഒരു പവൻ തന്നെ വാങ്ങണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഓ സമൂഹമേ, നമ്മൾ മാറി ചിന്തിക്കേണ്ടതുണ്ട്. അനാവശ്യമായ ആചാരങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്. പ്രായോഗികമായ രീതിയിൽ നമ്മൾ ആലോചന നടത്തേണ്ടതുണ്ട്. ഒരു സന്തോഷത്തിന് പണ്ട് കാലം മുതലേ എന്തെങ്കിലും ഒരു ചെറിയ ചോക്ലേറ്റ് കൊണ്ടുപോയി, അതൊരു സന്തോഷത്തിന്, അത് കൊണ്ടുപോകുന്നതിന് തകരാറില്ല. അതേസമയം അതിപ്പോ മത്സരത്തിന്റെ ഭാഗമായി ആ വീട്ടില് പെണ്ണ് കാണാൻ വന്നപ്പോ ഇത്ര ലക്ഷത്തിന്റെ മിഠായിയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ പെങ്ങന്മാര് പറയാണ്, എന്നാ പിന്നെ നമ്മളെന്ത് ചെയ്യണോ? 1.5 ലക്ഷത്തിന്റെ മിഠായി എന്ത് ചെയ്യണോ? കൊണ്ടുപോകണം. സ്ത്രീകളാണ് ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നതിൽ കുറച്ച് മുന്നിൽ നിന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അനുഭവം. ഈ നാട്ടിലെങ്ങനെ നമുക്കറിയില്ല. ഒരാൾ ഇത്ര കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുക, അത് പറ്റൂല, അത് നമ്മളെ കുടുംബത്തിന് മോശമാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റൂല, അത് ഇത്ര വേണം, മറ്റേത് വേണം, അത് മാല വേണം, മറ്റേത് വേണം, ഇങ്ങനെ പറഞ്ഞ് ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ കാശുണ്ടോ എന്നുള്ള ആലോചനയില്ല. അവന്റെ സാമ്പത്തിക ശേഷിയുടെ രീതിയെ കുറിച്ച് ആലോചനയില്ല. ഒരുപക്ഷെ നല്ല തറവാടുകാരായിരിക്കാം, ഇപ്പോൾ സാമ്പത്തികമായ അത്ര ഭദ്രതയില്ലാത്ത അവസ്ഥയിലാണ്. എന്നാലും സ്റ്റാറ്റസിൽ കുറക്കാൻ പറ്റൂല, നമുക്ക് മോശമാണെന്നുള്ള ആലോചനയാണ്. മോനെ, മോളെ, യഥാർത്ഥ ജീവിതത്തിന്റെ വഴിയിലേക്ക് വരൂ. എന്താണ് ആ വഴി? അത് പരിശുദ്ധരായ പ്രവാചകർ പഠിപ്പിച്ച രീതിയാണ്. ആ രീതി അതേ പെണ്ണു കാണാൻ അതേ പറ്റിയ ആളുകൾ അതേ കാണേണ്ടത് അതേ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഇനി ഉമ്മയും ബാപ്പയും പെങ്ങളും ഒന്ന് പോകുന്നുവെങ്കിൽ ആ വീടും വീട്ടുകാരുമായി ഒന്ന് പരിചയപ്പെടാൻ അങ്ങനെ പോകുന്നുവെങ്കിൽ അവിടെ അവസാനിക്കാം. എന്നാലും അവിടെയും അതേ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ ഈ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ കാണാനുള്ള അവസരമില്ല. പച്ച ഹറാമാണ്. ഇനി പിതാവിന് തന്നെയുണ്ടോ? പിതാവിന് തന്നെയും ഇല്ല. നിക്കാഹ് കഴിഞ്ഞാൽ ഭർത്താവിന്റെ പിതാവ് സ്വന്തം ഉപ്പയെ പോലെയാണ്. ആ പെൺകുട്ടിക്ക് തൊടാം, പെൺകുട്ടിക്ക് കാണാം. അത് നിക്കാഹിനു ശേഷമാണ്. നിക്കാഹിന് മുമ്പ് അങ്ങനെ കാണാനും ഇസ്ലാം അനുവദിക്കുന്നില്ല. ബാപ്പയല്ലല്ലോ കല്യാണം കഴിക്കുന്നത്, മകനല്ലേ. ആ മകന്റെ കൽബിനല്ലേ പിടിക്കേണ്ടത്, അവനാണ് കാണേണ്ടത്. അതേസമയം ഉമ്മയും പെങ്ങളും ഒക്കെ ഒന്ന് പോയിട്ട് അവളെ ഒന്ന് പരിചയപ്പെട്ടാൽ അതിന് നമ്മൾ കുഴപ്പം പറയുന്നില്ല. അതിന് പകരം മത്സരത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് രൂപയുടെ ചോക്ലേറ്റും അതേ താലപ്പൊലി പോലെ അതിങ്ങനെ നിരനിരയായി കൊണ്ടുപോയി ആഭാസ
പ്രയാസകരമാകുന്ന കാഴ്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിൽ നിന്ന് കാണുമ്പോൾ മനസ്സ് വേദനിക്കുകയാണ്. ഇതുകൊണ്ട് ദുരന്തത്തിലാകുന്നത് പല കുടുംബങ്ങളുമാണ്. ഉള്ളതിനനുസരിച്ച് പരിമിതമായ രീതിയിൽ ഈ ഉമ്മത്ത് ഉമ്മത്തും വസത്തല്ലേ, അമിതമാകണ്ടല്ലോ, തീരെ കുറഞ്ഞും പോകണ്ടല്ലോ. അതിന്റെ ഇടയിൽ അവനവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അത് തന്നെ എല്ലാം പ്രകടിപ്പിക്കാനുള്ളതല്ല. സമൂഹത്തിന്റെ അവസ്ഥ കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഉള്ളവർ തന്നെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത്. എനിക്കതുകൊണ്ട് കാശുണ്ട്, അതുകൊണ്ട് എന്തു ആകാം, അങ്ങനെയുള്ള വിചാരവും പാടില്ല. ശരിയല്ല. ഇസ്റാഫ് എന്നത് പരിശുദ്ധനായ പ്രവാചകന് വിലക്കിയതാണ്. എല്ലാത്തിലും ഒരു മിതത്വം വേണം. ആ മിതത്വത്തിന്റെ വഴിയിലാണ് ഉണ്ടാകേണ്ടത്. ഇനിയോ അവിടെ സുഭിക്ഷമായ ഭക്ഷണം, എഞ്ചാതി ഭക്ഷണങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് വിഭവങ്ങളാണ്. നിക്കാഹ് കഴിഞ്ഞോ ഇല്ല, വലീമത്തിന് സമയമായോ ഇല്ല, ഇതൊന്നുമായിട്ടില്ല. അതിന്റെ ആമുഖത്തിൽ തന്നെ ഒരുപാട് വിഭവസമൃദ്ധമായ ഭക്ഷണമാണ്. ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ ഓലെന്ത് പറയും, ഓലെ പരിഗണിച്ചില്ല എന്ന് വിചാരിക്കൂലേ? ഇങ്ങനെ അനാവശ്യമായ കുറെ വിചാരങ്ങൾ. ഈ വിചാരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വഴിയിലൂടെ ഒന്ന് ആലോചിക്കാൻ പറ്റുമോ? ഇത് കല്യാണത്തിന്റെ തുടക്കം മുതൽ തന്നെ കാണുന്ന കാഴ്ചയാണ്. അവിടെ മുതൽ തന്നെ മാറ്റങ്ങൾ വരേണ്ടതാണ്. ഇനി കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാര് മുഴുവനും തീരുമാനിക്കണം, എന്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് മാന്യമായ രീതിയിൽ ഇസ്ലാം പഠിപ്പിച്ചതിനനുസരിച്ച് മുത്തുനബിക്ക് അതേ അനിഷ്ടമാകുന്ന രൂപത്തിലുള്ള ഒരു വിവാഹത്തിന്റെ കാഴ്ചയുമില്ല, നിശ്ചയവുമില്ല, ഉറപ്പിക്കലുമില്ല. ഇനി കല്യാണം എത്തിയാലോ, സുബ്ഹാനല്ലാഹ്, മഞ്ഞ കല്യാണം, അറബി കല്യാണം, വേറെ എന്തെല്ലോ കല്യാണം. പണമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള എല്ലാ രീതികളും ചെയ്യുന്നത് ശരിയല്ല. ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ട്. നിക്കാഹ് എന്നത് വലിയ മഹത്വമുള്ള ബറക്കത്തുള്ള സംഗതിയാണ്. അതിന്റെ ബറക്കത്ത് എടുക്കപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള രീതി ശരിയല്ല. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? നിങ്ങളെ തൊട്ടപ്പുറത്തെ വീട്ടിലില്ലേ അയൽവാസി എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗത്തും 40 വീടുകൾ അയൽവാസികളാണ്. ആ അയൽവാസികളോട് ഹക്കുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഈ അയൽവാസികളെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന എത്ര മനുഷ്യരുണ്ട്. കല്യാണം കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത രക്ഷിതാക്കളുണ്ട്. ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. മോനെ, നിന്റെ കയ്യിൽ കാശുണ്ടെന്ന് വിചാരിച്ചിട്ട് ആർഭാടപൂർണമായ രൂപത്തിലുള്ള വിവാഹം നീ രൂപപ്പെടുത്തുമ്പോൾ ഒരുപാട് മനസ്സ് വേദനിക്കുന്നുണ്ട് കേട്ടോ. കാശ് ഇവർക്കൊക്കെ കൊടുക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ വലിയ സന്തോഷമാണ്. അങ്ങനെ ആലോചിക്കുന്ന ചില നല്ല മനസ്സുകളുണ്ട്. അത് കാസർഗോഡ് ജില്ലയിൽ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ മകളെ കല്യാണത്തിന്റെ കൂടെ 5 നിർദ്ധനായ പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അതിനുവേണ്ട സ്വർണവും സംവിധാനവും ചെലവും എല്ലാം അയാൾ വഹിച്ചു. ആ നിലയ്ക്ക് നന്മ ചെയ്യുന്നവരുണ്ട്. അത്തരം നന്മകളെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് പകരം വ്യത്യസ്ത പേരുകളിട്ട കല്യാണങ്ങളും അതേപോലെ തന്നെ വ്യത്യസ്ത ആർഭാടങ്ങളും ഈ കല്യാണത്തിന്റെ തലേന്നും അതിനോടനുബന്ധമായും നിർവഹിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമാണ്. സുബ്ഹാനല്ലാഹ്, ചില സ്ഥലത്ത് കല്യാണത്തിന് പോയാൽ കുടുങ്ങിപ്പോക്കാം. തങ്ങന്മാരെ വിളിക്കും, മൊയ്യന്മാരെ വിളിക്കും, എല്ലാരും വിളിക്കും. നിക്കാഹിന് എല്ലാരെയും. കാരണം എന്താണ്? ഓലക്കുണ്ടെന്ന് പറയണ്ടേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പേരും പെരുമയും കാണിക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന വലീമത്തില്ലേ, സദ്യകളില്ലേ, ഈ ദുനിയാവിലെ ഏറ്റവും ശർറായ വലീമത്ത് അതാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടെ ഈ മത്സരാണ്. അപ്പുറത്തെ വീട്ടുകാരന്റെ കല്യാണത്തിന് 1000 ആളാണ്, എന്റെ കല്യാണത്തിന് 2000 ആള് വേണം. എന്തിനാ
മോനെ ഇങ്ങനെ മത്സരം? അതിനതാ ഭാര്യയുടെ പണ്ടം തന്നെ പണയം വെച്ചിട്ട് പണം കടം വാങ്ങിയിട്ട് കല്യാണം നടത്തുന്ന ഏർപ്പാട് അത് ഇസ്ലാമികമല്ല. അവിടെ നിർമ്മിക്കപ്പെടുന്ന ഭക്ഷണത്തിലും ഖൈറില്ല. അങ്ങനെയുള്ള ആർഭാടപൂർണമായ കല്യാണം ചെലവിനനുസരിച്ച് വരവിനനുസരിച്ചല്ല. അതേസമയം കുടുംബങ്ങളെ വിളിക്കണം, ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ വിളിക്കണം. ഇതൊക്കെ വേണം. ഞാൻ നിങ്ങൾ നോക്കണേ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിൽ ഒരു സഹാബി അതാ ഒരു പ്രഭാതത്തിൽ വരികയാണ്. അപ്പൊ ശരീരത്തിൽ സാധാരണ വ്യത്യസ്തമായി തിളങ്ങുന്ന ചില സാധനം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല എന്താ ഇത്? അപ്പൊ പറഞ്ഞു, ഒന്നുമല്ല നബിയേ, എന്റെ വിവാഹമായിരുന്നു ഇന്നലെ. ആ വിവാഹത്തിന്റെ ആദ്യ രാത്രിയായിരുന്നു. മദീനയിൽ ജീവിക്കുന്ന സ്വഹാബി കല്യാണം കഴിച്ചപ്പോ അവിടെയുള്ള കുറെ ആളുകൾ അറിഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇതാണ് ആ കാഴ്ച എന്ന് പറയുന്നത്. ഇതിന് സമാനമായ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ദീർഘമായി കടന്നു പോകുന്നില്ല, സമയത്തിന് പരിമിതി ഉണ്ടല്ലോ. സഹോദരങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ കല്യാണം എന്ന് പറയുന്നത് അത് ഇസ്ലാം അംഗീകരിക്കുന്ന വിധത്തിലാകണം. അതിനു പകരം സുബ്ഹാനല്ലാഹ് അടിച്ചുപൊളി ആഘോഷാക്കുക. ആഘോഷം നിക്കാഹ് കഴിഞ്ഞ അന്ന് രാത്രി അതേ ബ്രേക്ക് ഡാൻസ്, അതേ വ്യത്യസ്തങ്ങളാകുന്ന കളർ വെച്ചുകൊണ്ടുള്ള എല്ലാ സംവിധാനങ്ങളും പാട്ടും കൂത്തുമായി ആകെ കൂടെ ഇറങ്ങാറായി പോവുക. നമ്മളെ കാര്യമായിട്ട് ഒരാള് കല്യാണത്തിന് കഴിച്ചു, നമ്മുടെ നാട്ടിലെ പരിസരത്ത് തന്നെ കല്യാണത്തിന് കഴിച്ചു. നേരത്തെ കണ്ടു പറഞ്ഞു, വീട്ടിലൊന്നും പറഞ്ഞു. അപ്പൊ എങ്ങനെങ്കിലും ആ കല്യാണത്തിന് പോകണം എന്നുദ്ദേശിച്ചിട്ട് ഏതെല്ലോ തിരക്കുകൾക്കിടയിൽ ഓടിപ്പാഞ്ഞ് ആ കല്യാണം പറയിൽ എത്തുന്നോ, ഞാൻ വെറുതെ ഒന്ന് നമുക്ക് പരിചയമുള്ള ആളെ വിളിച്ചു. ഇതല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ, കുറച്ച് പരിപാടി കഴിഞ്ഞ് വൈകിട്ടേന് വരുന്നത്. അപ്പൊ എന്നോട് ഉസ്താദ് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. അപ്പൊ ഞാൻ ചോദിച്ചെന്താണ്? അത് ഇവിടെ ആകെക്കൂടെ ആണും പെണ്ണൊക്കെ ആകെക്കൂടെ കലവലയാണ്. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ്, ആ പെണ്ണിനെ പന്തൽ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാ സ്ത്രീകളോടുണ്ട്, അതേപോലെ തന്നെ പുരുഷന്മാരുണ്ട്. എന്നിട്ട് ആണും പെണ്ണും ഒന്നായി ചേർന്നിട്ട് കൈ കൊട്ടി പാട്ട ആ പെണ്ണിനെ പ്രദർശിപ്പിക്കുകയാ. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ചെറുപ്പക്കാരനോട് പറഞ്ഞു, എന്നാ ഇതൊരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ആ പുരക്കാരനോട് പറയണം, ഞാനിങ്ങനെ വരാൻ വേണ്ടിയിട്ട് വീടിന്റെ പരിസരം വരെ എത്തിയിരുന്നു, ഇവിടുന്ന് ഞാൻ തിരിച്ചു പോവാണ്. കാരണം തിരിച്ചു പോകാനുള്ള കാരണം എനിക്ക് അവിടെ വരാൻ പറ്റാത്ത അവസ്ഥയാണ്, അതുകൊണ്ടാണ് തിരിച്ചു പോയത് എന്ന് നീ പറയണം എന്ന് പറഞ്ഞു. എന്നോട് നിർബന്ധം പറഞ്ഞു. കാരണം നമ്മുടെ ദൗത്യമാണ്, നമുക്ക് കഴിയുന്ന വിധത്തിലുള്ള അതിനോടുള്ള ഒരു പ്രതിഷേധമാണ്. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ ഞാൻ എന്തായാലും പറയും. അപ്പോ അവിടെ വീട്ടുകാരന്റെ മകനോടും പറഞ്ഞു, അയൽവാസിയോടും പറഞ്ഞു, വീട്ടുകാരോടും പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, ആലിമീങ്ങളെ വിളിക്കും, സാദാത്യങ്ങളെ വിളിക്കും, നിക്കാഹിന് എല്ലാവരും ഉണ്ടാകും. നിക്കാഹൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാലോ അവിടെ പിന്നെ അതാ ഗാനമേളയാണ്, ഡാൻസാണ്, ആണും പെണ്ണും ഒന്നായുള്ള ചാട്ടങ്ങളാണ്. നഊദു ബില്ലാഹ്. ഓ മുസ്ലിം സഹോദരങ്ങളെ, പെങ്ങന്മാരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുചര്യ, ആ ചര്യയ്ക്ക് വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കുമ്പോ പച്ചയായ ഹറാമ് ചെയ്തിട്ട് അതിന്റെ സർവ്വ ബറക്കത്തുകളും നശിപ്പിക്കണോ? അതേ, ഡൈവോഴ്സ് കൂടുകയാണ്, വിവാഹമോചനം കൂടുകയാണ്. എന്റെ അതേ സിറാജുൽ പഠിക്കുന്ന അവിടെ അതേ 9 വർഷം പഠിച്ച് അതിനുശേഷം LLB, അതേ പഠനത്തിന്റെ ഇടയിൽ LLB പൂർത്തിയാക്കി. ശേഷം അദ്ദേഹം അതാ ജഡ്ജിന്റെ പരീക്ഷ എഴുതി. ഇപ്പൊ അദ്ദേഹം അത് ഫാമിലി കോടതിയിൽ ജഡ്ജാണ്. അങ്ങനെ ജഡ്ജായ ഒരു സുഹൃത്തിനെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടു. അപ്പൊ എന്നോട് സങ്കടത്തോട് പറഞ്ഞു, ഉസ്താദേ, അതാ പണ്ട് കാലം പോലെയല്ല, ഡൈവോഴ്സ് എന്നത് വല്ലാതെ കൂടിയിരിക്കുന്നു, അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വല്ലാതെ പെരുകുകയാണ് എന്ന് ആ കോടതിയിലെ ഫാമിലി കോടതിയുടെ ജഡ്ജാണ് പറയുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, എന്തേ ഇങ്ങനെ ബന്ധവിച്ഛേദനത്തിലേക്ക് പോകുന്നു? തുടങ്ങിയത് തന്നെ ശരിയായിട്ടില്ല. ഹറാമ്
ഹറാമുകളെ കൊണ്ടുള്ള കളിയാണ്, അല്ലാഹു പൊരുത്തപ്പെടാത്ത രീതികളാണ്. അങ്ങനെയല്ലല്ലോ ഇത്തരം സംവിധാനങ്ങളാകേണ്ടത്, ഇത് രൂപപ്പെടുത്തേണ്ടത്. മറിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച രീതികളെ കുറിച്ച് ആലോചിച്ചിട്ട് അതേ ആ വഴിയിലല്ലയോ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ നിർവഹിക്കേണ്ടത്. നമ്മൾ തീരുമാനിക്കണം, ഓരോ പ്രദേശങ്ങളിലും തീരുമാനിക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഗാനമേള വേണ്ട, ഡാൻസ് വേണ്ട, അനാവശ്യങ്ങൾ വേണ്ട. സുബ്ഹാനല്ലാഹ്, കല്യാണത്തലേന്ന് മദ്യം വിളമ്പുന്നവരുണ്ട്. അതുപോലെ മുസ്ലിം സമുദായത്തിലെ കല്യാണത്തിന്റെ വേദികളിൽ കടന്നു വരുന്നു എന്ന് വന്നാൽ എന്തൊരു ദുരന്തമാണ്. പിന്നെയോ പുതിയാപ്പിളവോക്കോ, അത് കണ്ടാൽ എന്തൊരാഭാസമാണ്. ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സൊസൈറ്റിയാണ് മുത്തുനബിയുടെ ഉമ്മത്ത്, ഏറ്റവും പരിഷ്കൃതരാണ്. അങ്ങനെയുള്ള ഉമ്മത്തിൽപ്പെട്ട അനുയായികൾ, ആ അനുയായികളായ ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ എന്തൊക്കെ കോലത്തിലാണ് പോകുന്നത്? വല്ലാത്ത കോലമാണ്. ആകെക്കൂടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് റോഡ് മുഴുവനും ഞങ്ങളതാണെന്ന രൂപത്തില് വാഹനം ചീറിപ്പാഞ്ഞ് അത് മുഴുവനും ബ്ലോക്കാക്കി, അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്ത രൂപത്തില് അതേ ഒരുപാട് കളറുകൾ വലിച്ചെറിഞ്ഞിട്ട് കോലങ്ങൾ കെട്ടിയിട്ട്, അതേ വ്യത്യസ്ത കോലങ്ങൾ കെട്ടിയിട്ട്, ആ കോലം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് മറ്റു മതത്തിന്റെ ചില കോലങ്ങൾ തന്നെ കെട്ടിയിട്ട് പുതിയാപ്പിളയായി പോയതുണ്ടല്ലോ. എന്തിനാണ് ഈ ആഭാസങ്ങള്, തോന്നിവാസങ്ങള്? ഇതാരാ പഠിപ്പിച്ചത്? മോനെ മോളെ, അല്ലാഹുവിന്റെ ദീനിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, റീൽസിന്റെ ലോകമാണ്. അതിന്റെ ഭാഗമായി അതാ കല്യാണത്തിന് മുമ്പ് തന്നെ ഫോട്ടോ എടുക്കാൻ പോയിട്ട് ചില ബൈറ്റുകൾ ഉണ്ടാക്കിയിട്ട്, റീൽസ് ഉണ്ടാക്കിയിട്ട് സ്റ്റാറ്റസ് വെക്കുകയാണ്. പച്ച ഹറാമാണ്. ഹറാമ് കൊണ്ടാണ് ജീവിതം തുടങ്ങുന്നത്, പാടില്ലാത്തതാണ്. ഇനി കല്യാണം കഴിഞ്ഞാലോ, ആ കല്യാണം കഴിഞ്ഞതിന് ശേഷവും അതാ കൂട്ടുകാരോടൊപ്പം ഫോട്ടോ പോസിംഗ് ആണ്, അതേ സംവിധാനങ്ങൾ ചെയ്യുകയാണ്, അന്യപുരുഷന്മാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്ത അതേ സ്ഥലങ്ങളിൽ പോയിട്ട് അവര് മാത്രം ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതല്ല. ആ ഫോട്ടോ ഒക്കെ എടുത്താലോ അതാ റീൽസ് ആയിട്ട് സ്റ്റാറ്റസ് വെക്കാനും മാലോകരം മുഴുവനും കാണിക്കാനും ഇതെല്ലാം ഹറാമല്ലയോ? നിസ്സാരമെന്ന് കാണുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബജീവിതത്തിന് അസ്വസ്ഥതയുണ്ടാകാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്തരം വേണ്ടാത്തരങ്ങളിലേക്കൊന്നും നമ്മൾ ചിന്തിക്കാതെ, എന്റെ കുടുംബ ജീവിതത്തിന്റെ തുടക്കമാണിത്, അവിടെ മുത്തുനബിയുടെ സാന്നിധ്യം ഉണ്ടാകണം, അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടാകണം. അതിനുവേണ്ടി ഇവിടെയല്ല, ഇസ്ലാം അനുസരിച്ചുകൊണ്ട് മാത്രമേ ഞാൻ മുന്നോട്ട് പോകൂ എന്ന ധീരമായ നിലപാട്. ഓ എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള രീതികളോടെ ഞാൻ ചേരൂ എന്നെ പെങ്ങന്മാരെ, നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കുമോ? ഭർത്താവ് പറയുന്ന എല്ലാത്തിനും കൂട്ടുനിൽക്കാൻ മനസ്സു കാണിക്കാതെ എന്നെ അതിന് കിട്ടൂല എന്ന് പറയാനുള്ള ത്രാണിത്തം പെങ്ങന്മാർക്ക് വേണം, പെൺകുട്ടികൾക്ക് വേണം. അതേ, നമുക്കൊന്ന് അടിച്ചു പൊളിച്ചാലോ എന്ന് ഭാര്യ പറയുമ്പോ അതെനിക്ക് പറ്റൂല, ഇസ്ലാമിന്റെ ഹിജാബ് പാലിക്കാത്ത പരിപാടികളില്ല എന്ന നിലക്ക് ത്രാണിത്തത്തോടെ പറയാൻ പുതിയ കാലത്തെ ചെറുപ്പക്കാരെ നമുക്കും കഴിയേണ്ടതുണ്ടല്ലോ. കല്യാണത്തിന്റെ പേരിൽ തോന്നിവാസം വരുമ്പോ എന്റെ ഈ വീട്ടിൽ അത് ഞാൻ അനുവദിക്കൂല എന്ന് പറയാനുള്ള ത്രാണിത്തം കുടുംബനാഥന്മാർക്കും വേണമല്ലോ. ഈ മഹല്ലത്തിൽ അത് പറ്റൂല എന്ന് പറയാനുള്ള ധൈര്യം മഹല്ലത്തിന്റെ നേതാക്കൾക്കും വേണമല്ലോ. അപ്പോഴല്ലേ നമ്മുടെ ഇസ്സത്ത് നിലനിൽക്കൂ, അപ്പോഴല്ലേ ഈ ഉമ്മത്തിന് വളർച്ചയുണ്ടാകൂ, അപ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിൽ മതമുണ്ടെന്ന് പറയാൻ കഴിയൂ. അതിനു പകരം അഴകുഴമ്പ നിലപാട് പറ്റൂല.
അഡ്ജസ്റ്റിന്റെ ഒരു രീതിയാണ്. അത് പുതിയ കാലല്ലേ, കുട്ടികളല്ലേ, അങ്ങനൊക്കെ ഉണ്ടാകൂലേ. ഇതാണ് രക്ഷിതാവിന്റെ പറച്ചിൽ. അതൊക്കെ നമ്മളിപ്പോ ഇടപെടാൻ പോയിട്ട് വെറുതെ വശളാ നിൽക്കണ്ട. ഇതാണ് മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ആയാൽ ദീനിന് വിലയുണ്ടാവില്ല, ഇങ്ങനെ ആയാൽ മതത്തിന് മൂല്യം ഉണ്ടാവില്ല, ഇങ്ങനെ ആയാൽ നമുക്ക് ഇസ്സത്തുണ്ടാവില്ല. പരീക്ഷണങ്ങൾ വരും, അസ്വസ്ഥതകൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, പല ജാതി പരീക്ഷണങ്ങൾ പടച്ചറബ് തരും. എപ്പോഴാണ് തരിക? വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ജനങ്ങളുടെ ദുശ്ചെയ്തി കാരണത്തിലല്ലാതെ റബ്ബ് തആല ഒരു പരീക്ഷണവും തരാറില്ല, ഒരു ഫലവും തരാറില്ല. റബ്ബിന്റെ ദീനിൽ നിന്ന് നമ്മൾ അകലം പാലിച്ചിട്ട് ഹറാമുകളോട് കോംപ്രമൈസ് ആകാൻ മനസ്സ് വെച്ചിട്ട് അത് കുഴപ്പമില്ലാന്ന രീതിയിലേക്ക് മാറിയാൽ, ഓ സഹോദരങ്ങളെ, നമുക്ക് വലിയ നാശമാണ്, വലിയ നഷ്ടമാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നിയ അനുഭവം ഉണ്ടായി. ഒരു പുതിയാപ്പിള വരവ്. ആ വരുന്ന സമയത്ത് ചെണ്ടയെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ വരികയാണ്, വാഹനം ഇറങ്ങിയിട്ട്. അപ്പൊ അതാ പെണ്ണിന്റെ വീട്ടുകാരൻ അമ്മോശൻ. ആ അമ്മോശൻ ഇത് കണ്ടപ്പോ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി വന്നു റോട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ മകളുടെ ഭർത്താവ് പിതാവ് പറഞ്ഞു, ഈ സാധനം എന്റെ മുറ്റത്ത് കയറ്റാൻ പറ്റൂല, എന്റെ മുറ്റത്ത് കയറ്റാൻ പറ്റൂല. ധൈര്യത്തോടെ പറഞ്ഞു ആ ചെറുപ്പക്കാരൻ. ഒരു പുതിയാപ്പിളെ അനങ്ങിയില്ല, കൂടെ വന്ന ഒരു ചെറുപ്പക്കാർക്കും അനക്കമില്ല. കാരണം ഇത് കൊളായാൽ ബുദ്ധിമുട്ടാണ്, കാരണം ആളുകൾ മോശം പറയും. അപ്പൊ ആ വാക്ക് കേട്ടപ്പോ ആ വാക്കുകൊണ്ട് അവിടെ നിശ്ചലമായി, അവിടെ വെച്ചു റോട്ടിൽ. എന്നിട്ട് വീട്ടിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയാനുള്ള ത്രാണിത്തം വേണം രക്ഷിതാക്കളെ, ഇങ്ങനെ പറയാനുള്ള ധൈര്യം വേണം നാട്ടുകാരെ. അങ്ങനെ വരുമ്പോ ഇസ്ലാം വളരും, ഇസ്ലാം വികസിക്കും, ഈ മതത്തിനും ഉമ്മത്തിനും അഭിവൃദ്ധി ഉണ്ടാകും. ആ രീതിയിലേക്കാണ് നമ്മൾ മാറേണ്ടത്. ഞാൻ ചുരുക്കട്ടെ, സമയം കഴിയുകയാണ്. ഈ രീതിയിൽ അല്ലാഹുവിന്റെ ദീനിന് പരിഗണന കൊടുത്ത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകങ്ങൾക്ക് പരിഗണന കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോ അവിടെ ഇസ്ലാം അനുസരിച്ചു തന്നെ ആകണമെന്ന ഒരു താഷ്ട്യം, അല്ലെങ്കിൽ അതൊരു അഭിമാനമായി കാണുന്ന മനസ്സ് നമുക്കുണ്ടായാൽ അൽഹംദുലില്ലാഹ്, അത് വലിയ ഭാഗ്യമാണ്, വലിയ സന്തോഷമാണ്. ഒറ്റ കാര്യം കൂടെ പറയട്ടെ, ഓ രക്ഷിതാക്കളെ, ദുനിയാവല്ല നോക്കേണ്ടത്, ദീനാണ് നോക്കേണ്ടത്, പണമല്ല നോക്കേണ്ടത്, മതമാണ് നോക്കേണ്ടത്, അധികാരവും പത്രാസുമല്ല നോക്കേണ്ടത്. പിന്നെയോ ഈ വിശുദ്ധമായ ആദർശത്തിന്റെ വഴിയിൽ കാർക്കശ്യമുണ്ടോ? തറവാട് നോക്കാം. നമ്മളതാ നിക്കാഹിന്റെ സദസ്സിലിരിക്കുമ്പോ കേൾക്കുന്ന ഖുത്ബയിലെ ഹദീസാണ്. 4 കാര്യത്തിന് നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. അതെ, നിങ്ങളുടെ 4 കാര്യങ്ങൾ. വലി ഹസബിഹാ, അതേ വലി ജമാലിഹാ, അതേ നല്ല തറവാട്, നല്ല ഭംഗി, അതേ നല്ല സമ്പത്ത്, ഇതെല്ലാം നോക്കാം. വലി ദീനിഹാ, അവിടെ നോക്കേണ്ടത് മറ്റൊന്ന്, 4ാമത്തെ ഒരു കാര്യം ദീനാണ്. ആ ദീനിനെ നിങ്ങൾ തെരഞ്ഞെടുക്കണേ, പരിഗണന കൊടുക്കണേ. ആ ദീനിനെ പരിഗണനയില്ലാതെ വരുമ്പോ തോന്നിവാസികൾ ഉണ്ടാകും, ഭാര്യയ്ക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ടാകും, കുറച്ചു കാലം കഴിഞ്ഞാൽ നിന്നെ പിടിക്കാതെ വരും, ഇറങ്ങിപ്പോക്കുണ്ടാകും, രാത്രി മറ്റുള്ള ആളുകൾ കടന്നു വരും, ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടാകും. ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് മതം മനസ്സിൽ നിന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. മതത്തെയാണ് പരിഗണിക്കേണ്ടത്, ദുനിയാവിനെയല്ല, ഇവിടുത്തെ ആഡംബരങ്ങളെയല്ല, പണത്തെയല്ല, പത്രാസിനെയല്ല, പരിശുദ്ധ ഇസ്ലാമിനെ പരിഗണിക്കൂ. നിങ്ങൾ നോക്കൂ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വലിയ നേതാവാണ്. മദീനയിലും മക്കയിലും എത്ര വലിയ നേതാക്കളുണ്ട്, എത്ര സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട്, അങ്ങനെ പലരുമുണ്ട്. മുത്തുനബിയുടെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹാ. ഹബീബിലേക്ക് വന്നു പ്രമാണിമാർ പലരും വിവാഹാലോചനയുമായി വന്നിട്ട് ഞങ്ങൾക്ക് കഴിച്ചു തരണം, ഞങ്ങൾക്ക് കഴിച്ചു തരണം അങ്ങനെ പറഞ്ഞു. പക്ഷേ
പ്രവാചകൻ ആരെ സെലക്ട് ചെയ്തു? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സെലക്ട് ചെയ്തു. സാമ്പത്തികമായി ഒന്നുമില്ല, പക്ഷേ ഇൽമുണ്ട്. അന മദീനത്തും ബിൽ ഇൽമി വഅലിയും ബാബുഹാ. ഞാനിതാ ഇൽമിന്റെ പട്ടണമാണ്, അലിയാണ് ആ പട്ടണത്തിന്റെ വാതിൽ. ആ അലിയാര് തങ്ങൾക്ക് കഴിച്ചു കൊടുത്തപ്പോ ദാരിദ്ര്യമല്ലയോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ വല്ലാതെ പ്രയാസപ്പെട്ടല്ലോ. അവിടുത്തെ കൈകൾ നീര് കെട്ടി വീർത്തല്ലോ. ഒരു ഖാദിമിനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മുത്തുനബി കൊടുക്കുന്നതിന് പകരം രണ്ടുപേരും ഇരിക്കുന്ന റൂമിലേക്ക് കടന്നു വന്നിട്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടുപേർക്കും നടുവിലിരിക്കുകയാണ്. അതേ യുദ്ധം കഴിഞ്ഞ് ഒരുപാട് ഭൃത്യന്മാര്, അതേ അടിമകളെ കിട്ടിയിട്ടുണ്ട്. ഒരു ഖാദിമിനെ കൈ വീർത്ത് നീര് കെട്ടി നിൽക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈ കാണിച്ചിട്ട് ആ സന്ദർഭത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖദമത്തിന് ഒരാൾ അവിടത്തേക്ക് ആവശ്യം ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് അവർ രണ്ടുപേരും കിടക്കുന്ന ബെഡ്റൂമിലേക്ക് ചെന്നിട്ട് രണ്ടുപേർക്കും ഇടയിൽ ഇരുന്നിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അവരുടെ മടിയിലേക്ക് തല താഴ്ത്തി വെച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, യാ ഫാത്തിമ, ദുനിയാവിലുള്ള ഒരു ആവശ്യമല്ലേ നിങ്ങൾ ചോദിച്ചത്? അതിനേക്കാളും ഖൈറായ ഒരു കാര്യം നിങ്ങൾക്ക് ഞങ്ങൾ നൽകട്ടെയോ? അലിയാരെ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ബലാ യാ റസൂലല്ലാഹ്, അത് തരൂ നബിയേ. അപ്പോഴല്ലേ മുത്തുനബി പറഞ്ഞത്, ഉറങ്ങാൻ കിടക്കും